ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇപ്രാവശ്യം നമുക്ക് ഓണോ നബിദിനൊക്കെ ഒരുമിച്ച് വന്നതായിരുന്നല്ലോ അല്ലേ. നല്ല രസമായിട്ട് പോയിരുന്നു ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു 10 ദിവസങ്ങളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നബിദിനത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നബിദിനത്തിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു നമുക്ക് മോനുൻ്റെ സ്കൂളിൽ ട്യൂഷൻ ക്ലാസ്സിൽ ഓണപ്പരിപാടി കേട്ടോ. അതിന് മുന്നേ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ പരിപാടിക്ക് കുട്ടികളൊക്കെ ഓരോരോ വിഭവം റെഡിയാക്കിയിട്ട് കൊണ്ടുപോകണമായിരുന്നു. അവർക്ക് സദ്യ അങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ ചോറ്, സാമ്പാർ, പായസം, പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കും. ബാക്കിയുള്ള സദ്യയിലെ വിഭവങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ തരം തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പുളിയിഞ്ചി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. തലേദിവസം രാത്രിയിൽ റെഡിയാക്കി വെച്ചാലാണല്ലോ പുളിയിഞ്ചിയൊക്കെ പിറ്റേ ദിവസം സദ്യൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ രാത്രിയിൽ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് എരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ ഇഞ്ചി ഉണ്ടല്ലോ, അത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കട്ടെ. ചെറിയ ഉള്ളി ചേർക്കുക എന്ന് പറയുമ്പോൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 പച്ചമുളക്, അത് നമുക്ക് എത്രയാണോ പുളിയിഞ്ചിൻ്റെ എരിവൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഉള്ളതുകൊണ്ട് ഓൾറെഡി എരിവ് ഉണ്ടായിരിക്കും, എന്നാലും ഒരു 3-4 പച്ചമുളക് ഒരു മേമ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പുളിയിഞ്ചിയിൽ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പുളിയിഞ്ചി ഒരു കയ്പ്പ് രസം വരും. ഇഞ്ചിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാനും വേണ്ടിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ചിലരൊക്കെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി കയ്പ്പായി എന്നൊക്കെ പറയലുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ഈ ഇഞ്ചി കുറച്ചൊന്ന് മൂത്ത് വരണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇഞ്ചി മൂത്തിട്ട് ഉണ്ടാക്കിയാലാണ് ശരിക്കും ടേസ്റ്റ് വരിക കേട്ടോ. ഇനി അതൊക്കെ ഇങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. എന്തൊക്കെ പൊടികൾ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ. അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പുളി, അതൊക്കെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് ചേർത്ത സമയത്ത് ഒരു തൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചിങ്ങോട്ട് കുറുകി വരുന്ന രീതിയിൽ തന്നെ നല്ല പോലെ വെട്ടി തിളക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുളിയിഞ്ചിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ശർക്കര, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര എന്ന് പറയുമ്പോൾ ശർക്കര അച്ചാണ്, അത് ഞാനിങ്ങനെ കുത്തി ഉടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 അച്ച ശർക്കര എടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് ചേർക്കണില്ല. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക മധുരം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കണമല്ലോ കേട്ടോ. ഒന്നിച്ചങ്ങോട്ട് ചേർക്കുമ്പോഴേ ആ ഒരു പുളിഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ആവില്ല വരിക. വെറുതെ ഒരു മധുരമുള്ള എന്തോ കഴിക്കണ പോലത്തെ ഒരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് എത്രയാണോ പാകം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓവർ മധുരമായ പുളിഞ്ചി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പുളിഞ്ചിയൊക്കെ റെഡി ആയിക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങോട്ട് കുറുകി വരണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രാവിലെ മോൻ്റെ കയ്യിൽ കൊടുത്തയച്ചിക്കണേ. എന്താ പറയുക, പുളിഞ്ചി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കുറുകി കട്ടിയായിട്ട് വരുമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞാനത് കൊടുത്തയക്കണതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പുളിഞ്ചി റെഡിയാക്കൽ. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഓണപ്പരിപാടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അടുത്ത ദിവസം നമുക്ക് നബിദിനം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നബിദിനൊക്കെ ആകുമ്പോൾ പെരുന്നാൾ പോലെ തന്നെയാണ് എനിക്ക് കേട്ടോ. നമ്മൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കും, അതേപോലെ വീടൊക്കെ ഒന്ന് അങ്ങോട്ട് മൊഞ്ചാക്കി വെക്കും. മൊഞ്ചാക്കുക എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റൊക്കെ പുതിയതൊക്കെ വിരിച്ചിട്ട് അങ്ങനെ വീടൊന്നുകൊണ്ട് ക്ലീനാക്കി ഇടലുണ്ട് കേട്ടോ. എന്തോ നമുക്ക് നബിദിനം ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ മനസ്സിന്. കുട്ടിക്കാലം മുതലേ നമ്മളങ്ങനെ ചെയ്തു വരികയാണ്. നമ്മൾ റസൂലിൻ്റെ ജന്മദിനമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ വീടും ഒന്ന് മൊഞ്ചായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഞാൻ ഒന്നാകൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. വീഡിയോ പിടിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മളെ ബേബി എണീക്കും, വിചാരിച്ച പോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നബിദിനത്തിൻ്റെ ദിവസമായി. രാവിലെ എന്നത്തേക്കാളും കുറച്ച് നേരത്തെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ബാഹുറൊക്കെ പുകച്ചിട്ട് വീടിനൊരു പോസിറ്റീവ് എനർജി കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എണീറ്റതാട്ടോ. പിന്നെ സുബഹൊക്കെ നിസ്കരിച്ച് മോനുണിയും കുറച്ച് നേരത്തെ തന്നെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നബിദിനാകുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. കൂടുതൽ വിളിക്കാതെ തന്നെ അവർ എണീക്കും. റിയമോളും എന്നത്തേക്കാളും നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ദോശ, പുട്ട് അങ്ങനെ സാധാരണ നമ്മൾ കഴിക്കണ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഇവിടെ കഴിക്കുകയില്ല.
അത് എല്ലാ നബിദിനത്തിൻ്റെ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും ഭയങ്കര കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കും. കുട്ടികൾക്ക് ഇഷ്ടമല്ലേ വെറുതെ ഇങ്ങനെ കാലി വയറോടെ പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ റെഡിയാക്കി വെക്കും. പക്ഷേങ്കിൽ ഇവരങ്ങോട്ട് മൈൻഡേ ചെയ്യൂല കേട്ടോ. അവർക്ക് എന്തോ രാവിലെ ഒന്നാമത്തത് നേരത്തെ എണീറ്റ് പോവുകയാണ്. അപ്പോൾ എണീറ്റ പാടന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യമില്ല. പിന്നെ മദ്രസയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കുറേ അവർ ജ്യൂസും വെള്ളമൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. പിന്നെ ചോറ് കൊണ്ടുവരുമ്പോൾ അത് നേരത്തെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പ്രാധാന്യം ഇല്ല എന്ന് അറിയുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, തലേ ദിവസം കുറച്ച് പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ച് അതെങ്കിലും കഴിച്ചിട്ട് പോട്ടെ എന്ന്. പക്ഷേങ്കിൽ അതും അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാനിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഓരോന്നെടുത്ത് കഴിച്ചെന്നുള്ളൂ. ഇപ്രാവശ്യം റിയമോൾക്ക് ഫസ്റ്റ് നബിദിനാണ് കേട്ടോ. ഫസ്റ്റ് മീൻസ് അവൾ മദ്രസയിൽ ചേർത്തിയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള നബിദിനം. അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നബിദിനത്തിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഡ്രസ്സുകളൊക്കെ ഇടലുണ്ട് കേട്ടോ. ഞാനായാലും കുട്ടികളായാലും ഒക്കെ അതെ. അപ്പോൾ അമ്പുട് ബേബിൻ്റെ ഫസ്റ്റ് നബിദിനാണ്. അവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും ഒരു സ്പെഷ്യലാണല്ലോ. അങ്ങനെ മൂന്നാൾക്കും ഡ്രസ്സ് എടുത്ത്. അപ്പോൾ പിന്നെ ഈ ആയിട്ട് കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഓവർ വർക്കും കാര്യങ്ങളൊന്നുമുള്ള ചുരിദാറൊന്നും എടുക്കലില്ല. അവനെ എടുക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ വർക്കില്ല. ഇന്ന് കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കോട്ടൺ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നൈറ്റിയും കൂടി എടുത്തിട്ടുണ്ട്. ഫീഡ് ചെയ്യുമ്പോൾ നൈറ്റി എപ്പോഴും ആവശ്യമാണല്ലോ. 2-3 ഒരു ദിവസം മാറ്റിയൊക്കെ ഇടേണ്ടിയൊക്കെ വരലുണ്ട്. അതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വാഷ് ചെയ്തിട്ടതുകൊണ്ട് കാണിച്ചിട്ടില്ല. ചുരിദാർ എന്ന് പറയുമ്പോൾ കോട്ടണിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. നല്ല ഭംഗിയുള്ളതല്ലേ, നല്ല തുണീൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് തന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ മക്കൾക്ക് എപ്പോഴും എനിക്ക് വൈറ്റ് വേണമെന്ന് നിർബന്ധമായിരുന്നു. നബിദിനാകുമ്പോൾ വൈറ്റ് ഇടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ കുറച്ചൊക്കെ തപ്പി തിരഞ്ഞിട്ട് മൂന്നാൾക്കും വൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ മക്കൾ ചായയൊക്കെ കുടിച്ചിട്ട് നബിദിനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും പെരുന്നാളിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല, നല്ലൊരു ഫീലിംഗ് ആണ് മനസ്സിലൊരു ഉന്മേഷമൊക്കെ തോന്നുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പണികളൊക്കെ ഒരുങ്ങുകയും ചെയ്യും. കാരണം പള്ളിയിൽ നിന്ന് നമുക്ക് ചോറും കറിയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് വലിയ പണിയൊന്നും വീട്ടിലുണ്ടാവില്ല. ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. തലേ ദിവസം നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തതുകൊണ്ട് അതും വല്ലാണ്ട് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നുള്ള തുടക്കലും വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചൊക്കെ റെഡി ആയിക്കണം. അപ്പോഴേക്കും മക്കൾ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മോനും മദ്രസയിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് എന്താ പറയുക പാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചോറിനൊക്കെ ഉള്ള കേട്ടോ. അവൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ എടുത്തിട്ട് പോകുമ്പോഴേക്കും അവിടെ വരി ഒരുപാട് നീണ്ടു പോകും വെച്ച്. അപ്പോൾ കുറേ വെയിലൊക്കെ കൊണ്ട് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുമ്പോഴേ പാത്രം കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആ ചോറും ബീഫ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ തോന്നി ഇതിൻ്റെ കൂടെ ഒരു മധുരമായാലോ. അപ്പോൾ ഞാൻ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടാ. ചെറുപയർ പരിപ്പിൻ്റെ പായസം എൻ്റെ ഫേവറേറ്റാണ്. ഉണ്ടാക്കാനും മറ്റു പായസത്തിനേക്കാളും കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലോ ഇത് കുടിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് പായസം കൂടി റെഡിയാക്കാമെന്ന്. കാരണം ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇക്കാൻ്റെ വീട്ടിലേക്ക് ഇട്ടാ തറവാട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇക്കാൻ്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് പായസം എന്നല്ല മധുരങ്ങളായാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ചോറുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ വൈകുന്നേരമാണ് കേട്ടോ. ഇക്കാൻ്റെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ പിന്നെ പറയണ്ട, മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവിടെ ഇവരതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, ഇളച്ചൻ്റെ മക്കൾ കേട്ടോ. അപ്പോൾ ഇവരും കൂടി ആയാൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അമ്പുട് ബേബി ഉറങ്ങുകയാണ്. അവൻ്റെ കാര്യമാണ് എനിക്ക് എവിടെ പോകുമ്പോഴും ഒരു വിഷമമായിട്ട് തോന്നില്ല കേട്ടോ. കുട്ടീൻ്റെ ഉറക്കം ശരിയാവോ കരച്ചിലാവോ അങ്ങനെയൊക്കെ. പക്ഷേങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആളെവിടെ പോയാലും സെറ്റാണ് മാഷാഅല്ലാ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ ചെറിയ വീഡിയോകളൊക്കെ എടുത്തതാണ്. നമ്മളെല്ലാവരും കൂടി ആയപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് മന്തിയാണ്. മന്തി കുക്കിംഗ് ഞാൻ തന്നെയാണ് കേട്ടോ. എന്നെ വിശ്വസിച്ചങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, അറിയണ പോലെ ഉണ്ടാക്കിയെന്നെ എല്ലാവർക്കും എന്തോ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാതെ ഞാനും വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ബിരിയാണിനേക്കാളും ഇഷ്ടം മന്തിയാണല്ലോ. ആദ്യമൊക്കെ മക്കൾക്ക് ഇഷ്ടം ബിരിയാണി ആയിരുന്നു. ഇപ്പോൾ എന്തോ ബിരിയാണിക്ക് രണ്ടാമത്തൊരു ചാൻസേ കൊടുക്കണുള്ളൂ മക്കൾ. അപ്പോൾ അവിടെ മന്തി റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മോൻ ഉറങ്ങി നീക്കുമ്പോഴേക്കും അവൻ്റെ ഫുഡും റെഡി ആവണം. ഇന്നിപ്പോൾ ഇത് കൊടുക്കുന്നത് റാഗിയാണ് കേട്ടോ. രാഗിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. പാക്കറ്റ് പൊടി ഒരിക്കലും കുഞ്ഞു ബേബീസിന് കൊടുക്കരുത്. അതിലെന്തൊക്കെ ചേർത്തിട്ടാണ് പൊടിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ലല്ലോ പാക്കറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കരുത്. അപ്പോൾ കുഞ്ഞു ബേബീസ് ആകുമ്പോൾ എപ്പോഴും അവരെ ഫുഡ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൂടെ ബേബി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കുഞ്ഞു സൗണ്ടൊക്കെ ഇതിൽ കേൾക്കൂട്ടാ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമി. അപ്പോൾ നമ്മളെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇക്കാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അവിടെ വേറെ ഒരു അടിപൊളി പണി കിട്ടിയിരുന്നു കേട്ടോ. ഇത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാണ്. കായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊല കിട്ടിയപ്പോൾ രണ്ടാളും കൂടി അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഉണക്കാനുള്ള പുറപ്പാടാണ്. ഇതുപോലത്തെ പണിയൊന്നും എനിക്ക് ചെയ്യേണ്ടി വരലില്ല കേട്ടോ. ഇവർ രണ്ടാളും ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയും ഇതൊക്കെ ചെയ്ത് തരും. നമുക്ക് അതങ്ങിട്ട് എന്താ പറയുക, കുറുക്കിയെടുത്തിട്ട് കുഞ്ഞിന് കൊടുത്താൽ മതി. ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണക്കലും അതിൻ്റെ കട്ടയ്യലും പരിപാടികളൊക്കെ ഇവരെന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്യും കേട്ടോ. അതും ഒരു ആശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര പാടാണല്ലോ. ഇത് ഒരു കുറച്ച് വലിയ പണി തന്നെയാണ് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ വെയിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടുമ്പോൾ പറഞ്ഞു വീതനൻ്റെ അവിടെ ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടോ. ഒരു ഇതൊക്കെ ഉണക്കായിട്ടുണ്ട്. ബാക്കി ഇങ്ങനെയും കൂടി സെറ്റാക്കി എടുത്തിട്ടാ. അത്യാവശ്യം വെയിൽ കൊണ്ടിരിക്കണം കേട്ടാ. കായപ്പൊടി അതേപോലെ റാഗിപ്പൊടി ഇതൊക്കെ തന്നെ ഇപ്പോൾ അവൻ കഴിക്കണുള്ളൂ. ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊന്നും കൊടുക്കുമ്പോൾ ആൾക്കെന്തോ വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങോട്ട് തുപ്പിക്കളയാണ്. മുഖമൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞു പോകുന്നു കേട്ടോ. എന്തോ ഇഷ്ടമില്ലാത്ത പോലെ, മധുരത്തിനോട് താല്പര്യമില്ല. ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ കൊടുക്കേണ്ട സമയമാണ്. പക്ഷേങ്കിൽ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കണില്ല. ഈ രണ്ട് സംഭവം കായപ്പൊടിയും റാഗിപ്പൊടിയും വലിയ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ തറവാടിൻ്റെ അവിടുന്ന് കുറച്ച് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ശേഷം അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കാൻ്റെ തറവാട്ടിലേക്ക് തന്നെ വന്നിട്ട് അങ്ങനെ 2 ദിവസം അവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓണം ലീവും നബിദിനത്തിൻ്റെ ലീവും എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്കൂളൊക്കെ തുറക്കാനും വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളെ നബിദിനം ഓണം വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു